വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ചുവത്രേ. അത് വല്ലാതെ വെളുത്തു പോയത്രേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. കത്തിയാളുന്ന നരകത്തെ 1000 കൊല്ലം കത്തിച്ചു. ആ നരകം തന്നെ നരകവുമായി കത്തി ചൂട് ആളി പിടിച്ചപ്പോ അതിന്റെ നിറം വല്ലാതെ ചുവന്നു തൊടുത്തു. അല്ലാഹു നിർത്തിയില്ല നരകത്തിന്റെ കത്തിക്കൽ. വീണ്ടും 1000 കൊല്ലം കൂടി കത്തിക്കുകയാണ്. വലിയ വലിയ പാറക്കല്ലുകൾ മുഴുവനും എടുത്ത് അതിലേക്ക് ഇട്ടിട്ട് അത് മുഴുവനും കത്തിയമരുകയാണ്. അത് മുഴുവനും ചൂട് പിടിക്കുകയാണ്. ചൂട് കാരണമായിട്ടത് വല്ലാതെ വെളുത്തു പോയത്രേ. അത് വെളുത്ത് തൊടുത്തു പോയത്രേ. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വീണ്ടും 1000 കൊല്ലം കൂടി കത്തിക്കുകയാണ് നരകത്തെ. 2000 കൊല്ലം നിരന്തരമായി കത്തിച്ച നരകം വല്ലാതെ ചുവടുത്തു കൊടുത്തിരിക്കുന്നതായ നരകം വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ചപ്പോ അത് വല്ലാതെ കറുത്തിരണ്ടു പോയത്രേ. വലിയ സൗദ കറുത്തിരണ്ട് പുകപടകമായിട്ട് നിൽക്കുന്നതായ ഇരുൾമുറ്റിയതായ ഇരുളുകൊണ്ട് അലങ്കരിക്കപ്പെട്ടതുപോലെ ആയിപ്പോയി ആ കത്തിയാളുക നരകം. സാപത്തെ സാപത്തെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, വീട്ടിൽ നിങ്ങൾ ചെല്ലുമ്പോ കരണ്ടില്ലാത്ത സമയത്ത് തീപ്പെട്ടി എടുത്തു വെച്ചുകൊണ്ട് വിളക്കിലേക്ക് കത്തിക്കുമ്പോ ആ ചിമ്മിണി വിളക്കിന്റെ ഭാഗത്തേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അതിന്റെ ഏറ്റവും താഴത്ത് തൊട്ട് കത്തി നിൽക്കുമ്പോ അത് ചുവന്ന് തൊടുത്തതാ, ചുവന്ന് തൊടുത്തതാ. വീണ്ടും അതിന്റെ മുകളിൽ ഒരു വെളുപ്പ് നിങ്ങൾക്ക് കാണാം. അത് നല്ലതുപോലെ വല്ലാതെ പ്രകാശിക്കുന്നതായി കാണുന്നു. അതിന്റെ മുകളിൽ ഇരുൾ മുത്തിയതായി കാണുന്നില്ലയോ? കറുത്ത പുകപടലം കാണുന്നില്ലയോ? വീട്ടിലെ ഒരു അലമാര, ചെറിയൊരു അലമാരയുടെ ഉള്ളിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി ഒരു മണ്ണെണ്ണ വിലക്ക് വെച്ചാൽ അതിന്റെ മുകൾ ഭാഗം കരണ്ട് വരുമ്പോ കറുത്തിരിക്കുന്നതായി കാണും. നമ്മൾ കുട്ടിക്കാലത്ത് കണ്ടതുപോലെ നമ്മുടെ മക്കൾ ഇന്നത് കണ്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർക്ക് ഓർമ്മയുണ്ടാകും. അതുപോലെ ഇരുൾമുറ്റിയതാണ്, ഇരുൾമുറ്റിയതാണ്. 3000 വർഷം നിരന്തരമായി കത്തിച്ചപ്പോൾ നരകമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ കത്തിയാളെന്ന നരകത്തെ വിളിച്ചുകൊണ്ടുവരാൻ അല്ലാഹു എന്ന ജഗന്നിയന്താവ് ജിബ്രീൽ എന്ന മാലാഖയെ, മാലിക് എന്ന് പറയുന്ന നരകത്തെ കാക്കുന്ന മലക്കിന്റെ സവിധത്തിലേക്ക് പറഞ്ഞു വിടുമത്രേ.